അജിംഷാദ് അതവിടെ നിൽക്കട്ടെ. ഈ രാജ്യം ജനാധിപത്യം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരു നിവൃത്തിയില്ലാണ്ട് അവസാനം താൻ ദൈവമാണെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. 75 വർഷത്തിൽ 7.5 പതിറ്റാണ്ടിന് മുകളിൽ പാരമ്പര്യമുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിൽ ലോകത്തിന് മുമ്പിൽ അവമാനിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനായിട്ട് മതവിദ്വേഷവും അതിക്രൂരമായിട്ടുള്ള വർഗീയ വിദ്വേഷവും നടത്തി ഈ രാജ്യത്ത് 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞ ഈ ലക്ഷണമൊത്ത ഒരു ഏകാധിപതിയെ ജനാധിപത്യത്തിന് ഇന്ത്യ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വിധി എഴുതിയതിനേക്കാൾ ഉപരിയായി ഒരു വിധിയെഴുത്തിലൂടെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. ഗോദി മീഡിയ എന്നറിയപ്പെടുന്ന അദാനിയുടെ അംബാനിയുടെ കയ്യിലുള്ള മിക്കവാറും എല്ലാ ദേശീയ ചാനലും അവരുടെ ഇല്ല, ഒന്നോ രണ്ടോ ചാനൽ മാത്രമേ ഇല്ലാതെ ഉള്ളൂ. അവര് നമ്മുടെ അടുത്ത് പകർന്നു തന്നത് എന്താ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് മുതൽ തന്നെ അവർ ഇന്ത്യൻ ജനങ്ങളെ കളിപ്പിച്ച് ഈ മോഡിക്കും കൂട്ടർക്ക് അധികാരം തളികയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വൻ ഭൂരിപക്ഷം പ്രവചിച്ചവര് എക്സിറ്റ് പോളിലൂടെ അവകാശപ്പെട്ട എന്താണ്? 350-നും 390-നും ഇടയിൽ സീറ്റ് NDAക്ക് കിട്ടുമെന്നാ പറഞ്ഞത്. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിനേക്കാൾ ഉപരിയായ സീറ്റ് BJPക്കും പറഞ്ഞു. പക്ഷെ സംഭവിച്ചത് എന്താ? ആകെപ്പാടെ ഇന്ത്യയില് ദേശീയ തലത്തിൽ റെപ്യൂട്ടേഷനുള്ള DB എന്ന് പറയുന്ന ദിനബന്ധുവിന്റെ ചാനല് പുറത്തുവിട്ട എക്സിറ്റ് പോളിൽ പറഞ്ഞത് 310-നും 320-നും ഇടയ്ക്ക് സീറ്റിൽ ഇന്ത്യ സഖ്യ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പേ ഞാൻ ആ ചാനലിലൂടെ ഒന്നൊരു ഓട്ടപ്രദർശനം നടത്തിയപ്പോൾ അവർ പറയുന്നത് ഇപ്പോഴും നിലവിൽ ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിലേക്ക് BJP അടുത്തിട്ടില്ല. അത് തന്നെയുമല്ല 359 സീറ്റ്, ക്ഷമിക്കണം, 259 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും 261 സീറ്റിൽ ലീഡ് നേടുന്ന NDA നിന്നാണ്. ഇവിടെ ഗോദി മീഡിയ ഇപ്പോഴും 289 സീറ്റൊക്കെ അവർക്ക് ദാനം ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഉത്തർപ്രദേശിൽ സീറ്റ് എണ്ണി തീരാനുള്ള 10 സ്ഥലത്ത് കേവലം 700-നും 500-നും ഇടയ്ക്കാണ് ഇപ്പോൾ ഭൂരിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വോട്ടെണ്ണം തീരുന്നതിന് മുമ്പ് BJPക്ക് അതിദയനീയമായ പരാജയമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദൈവം എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച് ധ്യാനം പോയിരുന്നു. ഈ രാജ്യത്തെ ജനങ്ങളെയും ഈ രാജ്യത്തെയും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കാനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനയോട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു പ്രധാനമന്ത്രി ഈ ജനാധിപത്യ രാജ്യത്തിനോടുള്ള കൊടും ക്രൂരതയ്ക്ക് പകരം വീട്ടിയിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. രാജ്യത്തെ ആ വിജയവും അത് സാധ്യമാക്കിയ ദാർശനികവും ധാർമ്മികവുമായ വശത്തെ സംബന്ധിച്ചും തുടർന്നുള്ള സർക്കാർ രൂപീകരണത്തെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ പോകാം. കേരളത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ റജി ലൂക്കോസ് നോക്കൂ, കേരള വിഷന്റെ ഈ 20 മണ്ഡലങ്ങളിലെയും ലിസ്റ്റ് സ്ക്രീനിൽ തെളിയുന്നുണ്ട്. നോക്കൂ, ഒരിടത്ത് ചുമപ്പ്, ഒറ്റയിടത്ത് മാത്രം, പിന്നൊരിടത്ത് കാവിയാണ് തെളിഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം ത്രിവർണമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്, UDF ആണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം, അക്കൗണ്ട് BJP കേരളത്തിൽ തുറക്കില്ല എന്നത് രാഷ്ട്രീയമായി LDFന്റെ പ്രത്യേകിച്ച് CPIMന്റെ ഒരു അഹങ്കാരമായിരുന്നു. മീൻസ് ഒരു പോസിറ്റീവായ അർത്ഥത്തിലുള്ള ഒരു അഹങ്കാരമായിരുന്നു. അത് പൊളിഞ്ഞു. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം UDFനേക്കാൾ മുമ്പേ ഏറ്റെടുക്കേണ്ടത് LDF ആണ്, CPIM ആണ്. റജി ലൂക്കോസ്, ഒരിക്കലുമല്ല. കേരളത്തിന്റെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നിങ്ങളാണ് കേരളത്തിന്റെ ആ അർത്ഥത്തിലുള്ള കാവലാളായി നിന്നത്. അല്ല, ഞാനൊന്ന് മറുപടി പറഞ്ഞു പൂർത്തിരിക്കട്ടെ. എനിക്കതിന് പറയാനുള്ള വ്യക്തമായ മറുപടി ഉണ്ട്. കാരണം നമ്മളൊക്കെ എത്രയോ വർഷങ്ങൾ ചർച്ചകളിൽ ഇരുന്നിട്ടുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ ഈ BJPയുടെ കടന്നുകയറ്റത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇന്നും അത് തന്നെ. എങ്ങനെയാണ് തൃശ്ശൂർ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്? അതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യണ്ടേ? കേരളത്തിലെ ജനങ്ങൾ തന്നെ വിഡ്ഢികളാണോ? അവിടെ വിശകലനം ചെയ്യൂ. TN പ്രതാപന് 4 ലക്ഷത്തിൽ വോട്ടുണ്ടായിരുന്നു. 4,100,000 അല്ലെങ്കിൽ 4,15,089 വോട്ടാണ് TN പ്രതാപൻ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് മുരളീധരനായപ്പോൾ 3,28,000 ചില്ലുവാനുമായി കുറഞ്ഞു. ആ വോട്ട് എവിടെയെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? അല്ലല്ല, അതിന് ചുമ്മാ അങ്ങനെ ചോദിക്കൊന്നുമല്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, തൃശ്ശൂർ മണ്ഡലത്തിൽ മുരളീധരനെ വടകര സീറ്റിൽ നിന്നും ചതിച്ച് തൃശ്ശൂർ ലാൻഡ് ചെയ്യിപ്പിച്ച എന്തിനാ? ഭയങ്കരമായ അഡ്ജസ്റ്റ്മെന്റിന്റെ പിന്നിലുണ്ട്. കാരണം 85,000-ഓളം വോട്ടുകൾ ഈ TN പ്രതാപന് കിട്ടിയത് ഇപ്പോൾ നിലവിലില്ല. എവിടെ പോയി? ആ വോട്ട് പോയിരിക്കുന്നത് അതിന്റെ ബഹുഭൂരിപക്ഷവും സുരേഷ് ഗോപിക്ക്. ഇടതുപക്ഷ ശത്രുത മാത്രം രാഷ്ട്രീയത്തിൽ അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കോൺഗ്രസ് ദേശീയ തലത്തിലുള്ള ഐക്യത്തേക്ക് വ്യഭിചരിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് തൃശ്ശൂരിൽ വോട്ട് മറിച്ചു എന്നുള്ളത് ഇതിനപ്പുറം ഒരു തെളിവുണ്ടോ? അതിന് നിങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നത്? 2019 ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടി? ഒരൊറ്റ സീറ്റേ കിട്ടിയുള്ളൂ. 19 സീറ്റ് UDFനാ കൊടുത്തത്. അതിനുശേഷം ഒരൊറ്റ വർഷത്തിന് ശേഷം ഈ സംസ്ഥാനത്ത് നടന്ന പ്രാദേശിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ
64% പിന്നെ സ്ഥലത്തും അല്ല നിങ്ങളുടെ കൂടെ വന്ന ആ കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റും പോയി. അല്ല, അതിലേക്ക് തീർച്ചയായിട്ടും എനിക്കത് പറയണമെന്നുണ്ട്. ഞാൻ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ അതുകൊണ്ടാണ് ചോദിച്ചത്. അത് നല്ലൊരു ചോദ്യം, അതിന് മറുപടി പറയാം തീർച്ചയായിട്ടും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാരണം വിശദീകരിക്കേണ്ട പാർട്ടിയാണ് ഞാനല്ല. എനിക്ക് ഔദ്യോഗികമായിട്ട് അത് പറയാനുള്ള അധികാരമൊന്നുമില്ല. ഞങ്ങളുടെയൊക്കെ പ്രവർത്തനപരമായിട്ട് തീർച്ചയായിട്ടും വേരുകളില്ലാത്ത, ഒരു ലോറിയിൽ പോലും കയറ്റാൻ ആളില്ലാത്ത ഈ പറയുന്ന മണ്ഡലത്തിന് വെളിയിൽ നിന്ന് വന്ന ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു പോയത് ഒരു അത്ഭുതമാണ്. അവിടെയും തീർച്ചയായിട്ടും അതൊരു വിശകലനമായിട്ട് തന്നെ നാളുകളിൽ പിന്നെ മുമ്പോട്ട് വരേണ്ടതായിട്ടുണ്ട്. എങ്ങനെ പരാജയപ്പെട്ടെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ പിന്നെ നമ്മുടെ പിന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം നിശ്ചയമായിട്ട് കുറെ വോട്ടുകൾ ചോർത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പിന്നെ അവിടെ ചാഴികാടനെതിരെ നടത്തിയ വ്യക്തിഗതികള്, കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച തോമസ് ചാഴികാട് എന്ന് പറഞ്ഞ MBA വ്യക്തിഗതി നടത്തിക്കൊണ്ട് ഈ മണ്ഡലം മുഴുവനും നടന്ന് പ്രചരണം നടത്തിയവര് അതിന് നാളുകളിൽ കാര്യത്തിൽ. അതുകൊണ്ട് കേരള വ്യക്തിഗതി നടത്തിയത് കൂടെയുള്ളവരല്ല, വ്യക്തിഗതി ഞങ്ങളുണ്ട്. കേൾക്കുന്നത് പിടിയും ഇറച്ചിയും ഒക്കെ വിളമ്പിന്ന കൂടെ ഉള്ളവർ തന്നെ. അജിംഷാദെ, ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ്, ലോക്സഭ, അതായത് എനിക്കത് കേട്ടപ്പോ ചിരി വന്നു. ഞാൻ ഈ മണ്ഡലത്തിലുള്ള ആളാ, കടുത്തുരു നിയോജകമണ്ഡലത്തിലുള്ള വോട്ടറാ. ഇതിന്റെ എല്ലാ പൾസുകളും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആള് തന്നെയാ. ഞാൻ പറഞ്ഞല്ലോ, തോമസ് ചാഴികാടന് വോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണവും ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്കില്ല. പിന്നെ എങ്ങനെ പരാജയപ്പെട്ടു? അത് അദ്ദേഹത്തിനെ അതെ, അല്ലല്ല, ആ ഇലക്ട്രോണിക് മെഷീൻ പറയാനും പറ്റില്ല. ഇലക്ട്രോണിക് മെഷീൻ ഇനി പറയാനും പറ്റില്ല. അല്ലല്ല, ഞാൻ എന്നെ മറുപടി പറയാൻ അജിംഷാദ് അംഗീകരിക്കുന്നത്. ജനം കേട്ടോണ്ടിരിക്കുന്നതല്ലേ. അദ്ദേഹത്തിനെ വ്യക്തിഗത നടത്തി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ, NDA ഘടകകക്ഷിയായ BDJS പിടിച്ച വോട്ടുകളൊക്കെ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ കുറെ വോട്ടുകൾ അവിടെ ചോർത്തി കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ തലയ്ക്ക് മുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കയറാമെന്നുള്ളത് വെറും വ്യാമോഹം മാത്ര. ആളില്ല പാർട്ടിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ദേശീയ വിഷയങ്ങൾ ഉയർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് സംസ്ഥാനം വിട്ടു നീങ്ങാം. അതിനു മുമ്പ് ഒരൊറ്റ ചോദ്യം, ഒരു രാഷ്ട്രീയ ചോദ്യം. ഈ ഒരു സീറ്റിൽ മാത്രം CPIM ഒതുങ്ങുന്നു, LDF ഒതുങ്ങുന്നു. ഭരണവിരുദ്ധ വികാരം, സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചോ ഇല്ലയോ? അതിന് വ്യക്തമായ മറുപടി ഉണ്ട്. അജിംഷാദ് കേൾക്കണം. 2019 ഒരു സീറ്റ് മാത്രം കിട്ടിയ പിന്നെ LDF പിന്നെ ഗവൺമെന്റിനെതിരെ അതിനുശേഷം നടന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതാണ്. കേരളത്തിലെ പ്രതിപക്ഷം അന്ന് ഉയർത്തിയിരിക്കുന്ന ഈ പറഞ്ഞ സ്വർണ്ണക്കടത്ത്, അങ്ങനെ പല കാര്യങ്ങളിലും എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ ഇത് തന്നെയായിരുന്നു. എന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാരിനെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഉപേക്ഷിച്ചോ? 9 സീറ്റ് അധികം നേടിക്കൊണ്ട് മഹാഭൂരിപക്ഷത്തെ 99 സീറ്റോടുകൂടി പിണറായി വിജയൻ സർക്കാരിന് കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം കൊടുത്തു. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ദേശീയ തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പും കേരളത്തിലെ ജനങ്ങൾ ഒരു പരിധിവരെ വേറിട്ട് കാണുന്നു. അവിടെ ഒരിക്കലും സംസ്ഥാനം ഭരിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നോ മറ്റേതെങ്കിലും മുന്നണിയാണെന്നോ കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുക്കത്തില്ല. അവർക്ക് ഇപ്പോഴും അറിയാം, കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന, കേരളത്തിലെ മതേതരത്തിനെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ തളരാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കത്തില്ല എന്നുള്ളത് എത്രയോ തവണ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഭരണവിരുദ്ധത്തെ പിന്നെ തരംഗമാണ് കേരളത്തിലെ ഒരു സീറ്റിലേക്ക് ചുരുക്കി എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതിന് മുൻകാല ചരിത്രമാണ് ഞാൻ വിശദീകരിച്ചത്. ദേശീയ രീതിയിൽ ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഈ BJPക്കെതിരെ ഒരു അക്ഷരം പോലും ഉണ്ടാകുന്നത് 20 മണ്ഡലങ്ങളും CPM വിരുദ്ധത, ഇടതുപക്ഷ വിരുദ്ധതയാണ് ഒരു പ്രചരണായുധാക്കിയത്. എന്നാൽ ഞങ്ങൾ പ്രചരിപ്പിച്ചത് എന്താ? ദേശീയതയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകടത്തിൽ ആകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ദൗത്യമാണെന്ന് ഇടതുപക്ഷം ശ്രമിച്ചത്. CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഛിന്ന ഭിന്നമായി കിടന്നിരുന്ന പ്രതിപക്ഷത്തെ ഐക്യത്തെ ഒറ്റക്കെട്ടായി ഇത്രയും വലിയ നേട്ടം കൊയ്യാമെങ്കിൽ ഞാൻ തിരിച്ചെത്താം